ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത്. നമുക്ക് ഒരാൾക്ക് ഒരു ബർത്ത്ഡേ പാർട്ടി കൊടുത്തല്ലോ, അതും സർപ്രൈസ് ആയിട്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പേര് എഴുതാൻ കുഞ്ഞു പേരാ. ഹാപ്പി ബർത്ത്ഡേ പറ്റിയ സാധനം കുത്തിവെക്കാൻ പറ്റുമോ? അസർ അസർ. ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ രാവിലെ ബർത്ത്ഡേ വിഷൊക്കെ ചെയ്തതാണ്, പക്ഷേ സർപ്രൈസ് ഒന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ കരുതുന്നത് എന്തെങ്കിലും ഇപ്പോൾ എൻ്റെ സർപ്രൈസ് കൊടുക്കാമല്ലോ. അങ്ങനെ വന്നൊരു കുഞ്ഞി കേക്ക് വാങ്ങിച്ചു. കേക്ക് ഭയങ്കര ക്യൂട്ടായിരുന്നു. കഴിക്കാൻ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അങ്ങനെ കേക്കൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. സർപ്രൈസ് കൊടുക്കാൻ പോകുന്ന ഞങ്ങൾക്ക് ഒരു കിടില സർപ്രൈസ് കിട്ടി കേട്ടോ. പോകുന്ന വഴിക്ക് ദേ ഇപ്പം കാണിച്ചു തരാം. ദേ കണ്ടോ, 2 ചേട്ടന്മാർ. ഞങ്ങൾ പെണ്ണുങ്ങൾ വീഡിയോ എടുത്തോണ്ടായിരിക്കും. ഫ്രണ്ടിൽ വന്ന് ക്യാമറ ഉണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നിന്നൊരു പോസ് അടിച്ചിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കണ്ടു. എന്താ ഇവിടെ ഇങ്ങനെ ലൈറ്റ് വെച്ചേക്കെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. മരത്തിൻ്റെ അടിയിൽ നിന്ന് ലൈറ്റ് വന്നത് കൊണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഞങ്ങളുടെ ജിമ്മിലെത്തി. ഈ ജിമ്മിൻ്റെ ഓണർക്കാണ് സർപ്രൈസ് കൊടുക്കുന്ന ആളിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമുക്കപ്പം ജിമ്മിനകത്ത് പോയി എന്താ അവിടെ നടക്കുന്നുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. അകത്ത് നിന്നപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു. സർപ്രൈസ് ചെറുതായിട്ട് പൊളിഞ്ഞു എന്ന് ഞാൻ കരുതി, പക്ഷെ അടുത്തെവിടെ പോയിരുന്നതാണ്. പിന്നെ അവിടെ ഉള്ള എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. മീൻസ് ഞാൻ എൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നതും സംസാരിക്കുന്നതും കുറേ നല്ല നല്ല ചേട്ടന്മാരും കുറേ കുട്ടികളും കുറേ ചേച്ചിമാരൊക്കെയാണ്. ചേച്ചിമാരതിപ്പോൾ കാണുന്നില്ല. പിന്നെ അവരെ കണ്ട് ഒരു ഹായ് പറഞ്ഞ് കുറേ നാളിന് ശേഷം കണ്ട് കുറേ വിശേഷം പറഞ്ഞ് ആ നേരത്തിന് അർച്ചന അവിടെ കറങ്ങി നടന്ന ജിമ്മിലെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ കുറച്ച് ലൂസ് ടോക്കിങ്, എല്ലാ വിശേഷങ്ങളും, വീട്ടിലെ വിശേഷം, ഹസ്ബൻഡിൻ്റെ, കുട്ടികളുടെ, അവരുടെ, എൻ്റെ ഒക്കെ ഞങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേ സമയം ചിലവഴിച്ചു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഒരു കസ്റ്റമർ ഉണ്ടെന്നും പറഞ്ഞ് അവനെ വിളിച്ചു വരുത്താറുണ്ട്. അങ്ങനെ പാവം ബർത്ത്ഡേക്കാരന് ഒരു കസ്റ്റമർ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളത്തരത്തിൽ ഞങ്ങൾ വിളിച്ചു വരുത്തി, പറ്റിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് എത്തിയിട്ടോ. ആള് വൈഫും മോനുമായിട്ടാണ് വന്നത്. അങ്ങനെ ഞങ്ങൾ ആളുടെ മുമ്പിൽ സർപ്രൈസ് പൊട്ടിച്ചു. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി ഞാനാ വന്നിരുന്നു. എന്തെങ്കിലും കുർത്തക്കേടായിരിക്കും എന്ന് കരുതിയിട്ടായിരിക്കും നേരെ നടന്ന് എൻ്റെ അടുത്ത് വന്ന് കയ്യോടെ ഒരു ബർത്ത്ഡേ വിഷും കൊടുത്ത്. അപ്പോഴത്തേക്ക് ഞാൻ കൂടുള്ള എൻ്റെ കൂട്ടാളിയോട് പറഞ്ഞു പോയി കേക്ക് എടുത്തിട്ട് വരണം. അതിന് കേക്കൊക്കെ എടുത്തിട്ട് വന്ന് ഇനി കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങ് കാണാം. ഓക്കെ, ഞങ്ങൾ കണ്ടുടനെ കുറച്ച് വിശേഷം പങ്കുവെക്കും. കുറേ ദിവസമായില്ലേ കണ്ടിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു സ്ഥലത്ത് നിൽക്കായിരുന്നു കേക്ക് കെട്ടിൻ. അപ്പം നടുവിൽ നിൽക്കുന്ന മൊട്ട ചേട്ടൻ പറയാ ഇവിടെ നിന്നാ പുള്ളിനെ കാണൂല, ലൈറ്റ് ഇല്ലാതെ എന്ന് പറഞ്ഞ് ഞങ്ങൾ 3 പേരുടെ ഉന്തിത്തള്ളി ലൈറ്റിന്റെ മുന്നിൽ കൊണ്ടുവന്ന് കേക്ക് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്യുക. കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ള കുഞ്ഞി കേക്കായിരുന്നു. അങ്ങനെ കേക്കൊക്കെ തുറന്ന് ഞങ്ങൾ കട്ട് ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നോക്കിയപ്പോൾ കേക്കിൻ്റെ മുകളിലൊരു കവറിങ് ഉണ്ടായിരുന്നു, കേക്ക് ഉടുപ്പിട്ട പോലെ. അതൊക്കെ ഞാൻ വലിച്ചൂരി കേക്കൊക്കെ സെറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ നിന്ന്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ മൊട്ടച്ചേട്ടനെന്ന്. പുള്ളിയുടെ പേര് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, നല്ലൊരു പേരുണ്ട്. പക്ഷെ ഞാൻ പുള്ളിയെ സ്നേഹത്തോട് വിളിക്കുന്ന മൊട്ടച്ചേട്ടാന്നാ. പക്ഷെ ഇതിപ്പോൾ ആ ജിമ്മിൽ എല്ലാവരും വിളിക്കുന്ന പുള്ളിയെ മൊട്ടയെന്നാ. അത് പുള്ളിയുടെ ഔദ്യോഗിക ജിമ്മിലെ പേരായി മാറിയിരിക്കുകയാണ്. പക്ഷെ പുള്ളി നല്ല മനുഷ്യനാട്ടോ. അങ്ങനെ ഞാൻ വിളിക്കുന്നതുകൊണ്ട് പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പുള്ളി ഭയങ്കര ഹാപ്പിയാണ്. അത് ഭയങ്കര രസമല്ലേ, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നമുക്ക് അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതാണ് അസറിൻ്റെ വൈഫ്, വൈറ്റ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ വൈഫിനെയൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാം കൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി കേക്ക് കട്ട് ചെയ്ത്. പക്ഷേ കേക്ക് അമേസിങ് ടേസ്റ്റ് ആയിരുന്നു, അടിപൊളി രുചിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞാൽ പണ്ടുള്ളവർ പറയില്ല കാണാൻ കൊള്ളാമെന്ന് തിന്നാൻ കൊള്ളില്ല എന്ന് പറയില്ലല്ലേ, പറയലുണ്ടല്ലോ. അപ്പം ഞാൻ കരുതി കാണാൻ ലുക്ക് മാത്രമേ ഉള്ളൂ, കേക്ക് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കേക്ക് നല്ല രുചിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ചോക്ലേറ്റ് മിഠായി കഴിക്കുന്ന പോലത്തെ രുചിയായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവനൊരു പീസും കൊടുത്ത് അവൻ്റെ മുഖത്തും കുറച്ച് ക്രീമും തേച്ചു. ആക്ച്വലി കേക്കിൻ്റെ പേര് പോലും എനിക്കറിയില്ല കേട്ടോ. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ബേക്കറി ഉണ്ട്, അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ കേക്ക് സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ ജിമ്മിനെ പറ്റിയിട്ട് അവൻ്റെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ പറഞ്ഞു. നമുക്കത് വീഡിയോ ഒന്ന് കണ്ടു നോക്കാമേ. ഹായ്, ഇതെൻ്റെ ഫ്രണ്ട്. ആൾക്ക് സ്വന്തമായിട്ട് ജിമ്മൊക്കെ ഉണ്ട് എറണാകുളത്ത്. ആളുടെ പേര് ഹസർ. അപ്പോൾ ഹസറിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വന്നു. ഹസർ നമ്മൾ ട്രെയിനിങ്ങിന് പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ വേറെ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ പല പല സ്ഥലങ്ങളിലാണ്. പക്ഷെ ഞങ്ങൾ എൻ്റെ അടുത്തുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവരിവിടെ എറണാകുളത്ത് ഒരു ജിമ്മുണ്ട്. ഞാൻ മുമ്പാണ് വരുന്നത് സൂമ ഇൻസ്ട്രക്ടറായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട്. പക്ഷെ എനിക്കിപ്പോൾ സമയം കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര ബിസിയായി. പക്ഷെ അവരവരുടെ ജിമ്മുമായിട്ട് വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണം. സ്റ്റാർട്ടിങ് മുതൽ ഞാൻ എനിക്ക് തോന്നുന്നത് ജിമ്മ് തുടങ്ങിയ മുതൽ ഞങ്ങൾ നല്ല കമ്പനിയാണ് ഒരുമിച്ചുണ്ടായത്. ഒരു പാർട്ണർ സിസ്റ്റം, നമ്മൾ അങ്ങോട്ടേക്കും നല്ല സഹായങ്ങളൊക്കെ ചെയ്തു പോകുമായിരുന്നു. അപ്പം അവൻ്റെ ജിമ്മിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എറണാകുളത്തായതുകൊണ്ട് എറണാകുളത്തുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഉപകാരം, മീൻസ് ജിമ്മ് സംബന്ധമായ എന്തെങ്കിലും ആവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഒരു ഹെൽപ്പ് ആകട്ടെ എന്ന് വെച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ജിമ്മിനെ പറ്റിയിട്ട് ഞങ്ങളുടെ ജിമ്മ് വരുന്നത് ചുള്ളിക്കല്, പൂവപ്പാറ, നിയർ കൊച്ചിൻ കോളേജ്. എല്ലാവർക്കും അറിയാൻ പറ്റും കൊച്ചിൻ കോളേജ്. അതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ജിമ്മ് വരുന്നത്.
നിങ്ങൾക്ക് നമ്മുടെ ഇവിടെ ഫെസിലിറ്റീസ് ഉള്ളത് നമുക്ക് ക്രോസ് ഫിറ്റ് ഉണ്ട്, വെയിറ്റ് ട്രെയിനിങ് ഉണ്ട്, അതുപോലെ തന്നെ സൂംബ, ഗ്രൂപ്പ് ട്രെയിനിങ് എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പേഴ്സണൽ ട്രെയിനിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾ എന്താണ് അതനുസരിച്ച് നമ്മൾ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് അത് അച്ചീവ് ചെയ്ത് തരും. ഇൻസ്റ്റാഗ്രാം പേജ്, യൂട്യൂബ് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഡു ഇറ്റ് ഫിറ്റ്നസ് ക്ലബ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കമന്റ് ചെയ്തേക്കാം, മെൻഷൻ ചെയ്തേക്കാം. അതെ. പിന്നെ എങ്ങനെ പോകുന്ന ക്ലാസ് ഒക്കെ ഭംഗിയായിട്ട്? ക്ലാസ് ഒക്കെ ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ നിന്റെ മെയിൻ അച്ചീവ്മെന്റ് പറ. ഇതൊക്കെ പറയണ്ടേ? കുറെ മെഡൽസ് ഒക്കെ ഉണ്ടോ? കുറെ ചെക്കന്മാർ, മസിലുള്ള ചെക്കന്മാരുടെ മെഡൽസ്. കഴിഞ്ഞ പ്രാവശ്യം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് പ്രൈസ് കിട്ടിയാണ്. ഒരു 3 കാറ്റഗറിയിൽ ആ സെയിം പ്രോഗ്രാമിൽ തന്നെ 3 കാറ്റഗറിയിലും എനിക്ക് പ്രൈസ് അടിക്കാൻ പറ്റി. അതിന് ഭയങ്കര സന്തോഷം. കാരണം ഒരു ജിമ്മ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ, വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഭാഗ്യം വെച്ചാൽ 3 ട്രോഫി എന്തായാലും കിട്ടി. പക്ഷെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പുതിയ ജിം എനിക്ക് ഇഷ്ടപ്പെട്ട്. നമുക്ക് ജിമ്മിന്റെ ഏരിയ എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന വേറൊരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഞാൻ വീഡിയോ ഫസ്റ്റ് ടൈം ഇട്ടപ്പോഴത്തേക്ക് സജഷൻ ചോദിച്ചായിരുന്നു. കുറേ പേര് കുറേ സജഷൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൽ ഓൾമോസ്റ്റ് എല്ലാ സജഷനും കേട്ട് എനിക്ക് മനസ്സിലായി. അതൊക്കെ ഞാൻ തിരുത്തുന്നതായിരിക്കും. മൈക്കിൻ്റെ കാര്യം ഒരുപാട് പേര് പറഞ്ഞു. അതെനിക്ക് ഞാൻ മൈക്ക് ഓർഡർ ചെയ്ത സാധനം കിട്ടിയിട്ടില്ല, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം മൈക്ക് കിട്ടുന്നതിന് മുന്നേ എടുത്തു വെച്ച കുറച്ച് വീഡിയോ ഉണ്ട്, അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ വോയിസ് ഒന്നും കൂടി ക്ലിയർ ചെയ്തിട്ട് നന്നായിട്ട് വീഡിയോ എടുത്തിടാൻ പറ്റും കേട്ടോ. ഇനിയും നിങ്ങളുടെ സജഷൻസും ഡിസിഷൻസ് എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് ക്ലിയർ ആയിട്ട് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തിരുത്താമല്ലോ. അപ്പോൾ എല്ലാവരുടെ മെസ്സേജസും ഞാൻ കണ്ടു, അതെല്ലാം ഞാൻ നല്ല രീതിയിൽ പഠിച്ചു മനസ്സിലാക്കി. ഇനി അതുപോലെ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. എല്ലാവരും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വീഡിയോ കഴിഞ്ഞില്ല, കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഒരു സൈൻ ഓഫ് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാണാം. എൻ്റെ വൈഫ് സ്റ്റാർട്ടിങ് തൊട്ട് കുറച്ച് സ്ട്രഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തത് വൈഫ് മാത്രമാണ്. അതെ, പുള്ളിക്കാരി ഇപ്പോൾ യോഗ കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ഞാൻ കുറച്ച് പ്രൊമോട്ട് ചെയ്ത് പതിവരെ ഒന്ന് ഉഷാറാക്കി എടുക്കണം. എന്നാലും നമ്മുടെ കൂടെ തന്നെ നിൽക്കണുണ്ട്. അടിപൊളി സെറ്റ് ആവട്ടെ. എല്ലാ ഭാവങ്ങളും ഒന്നും കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു.